ആർ അനന്തകൃഷ്ണൻ കൂടിയുണ്ട്. അനന്തൻ 30-ന് തിരുവനന്തപുരത്തെത്തും. സമൻസ് കിട്ടിയ കാര്യം ഉൾപ്പെടെ സ്ഥിരീകരിക്കുകയാണ്. അതേസമയം ഇന്നലെ പറഞ്ഞ പ്രതികരണത്തിൽ നിന്ന് കൂടുതലായി ഒന്നും വിശദീകരിക്കുന്നില്ല. ആരെയും അറിയില്ല, ഒന്നും അറിയില്ല, കരയുന്നു. ഏത് നിലയിലാണ് അന്വേഷണ സംഘം ഇയാളുമായി ആദ്യഘട്ടത്തിൽ മൊഴിയെടുക്കൽ പൂർത്തീകരിച്ച ശേഷം എടുക്കുന്ന ഒരു സമീപനം, നിലപാട്? അനന്തൻ. രതീഷ്, അന്വേഷണ സംഘം ഇന്നലെ ഇയാളെ വിശദമായി ചോദ്യം ചെയ്തെങ്കിലും കാര്യമായ ഒരു തെളിവുകളോ ഒന്നും ഇയാളെ സംബന്ധിച്ച് കിട്ടിയിട്ടില്ല. കാരണം ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഒരു വിദേശ വ്യവസായി നൽകിയ മൊഴിയാണ് ഈ ഡി മണി എന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ഡിണ്ടിഗൽ കണ്ട മണി എന്ന സുബ്രഹ്മണിയിലേക്ക് അന്വേഷണ സംഘം എത്തിയത്. ഇന്നലെ വിശദമായി 2 മണിക്കൂറോളം അയാളിൽ നിന്ന് ഇവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചത്. പക്ഷേ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടോ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ലിങ്കുകളിലേക്ക് കണക്ട് ചെയ്യാവുന്ന തെളിവുകളോ ഇന്നലെ ലഭിച്ചിട്ടില്ല. പക്ഷേ പൂർണ്ണമായും ഈ മണിയെ വിശ്വസിച്ചിട്ടുമില്ല അന്വേഷണ സംഘം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇത് ഒരുപാട് കാര്യങ്ങളിൽ അവർക്ക് വ്യക്തത വരേണ്ടതുണ്ട്. പല കാര്യങ്ങളിലും ഈ വിദേശ വ്യവസായി നൽകിയ മൊഴിയും മണി നൽകുന്ന മൊഴിയും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ക്ലാരിഫിക്കേഷൻ. കാരണം ഈ വിദേശ വ്യവസായിക്ക് ഇയാളെ അറിയാമെന്നാണ് പറയുന്നത്, ഈ മണിയെ അറിയാമെന്നാണ് പറയുന്നത്. പക്ഷേ മണി അയാളെ അറിയില്ല എന്ന് പറയുന്നു. തിരുവനന്തപുരവുമായിട്ട് ബന്ധപ്പെട്ട് ഈ മണിയുടെ സാന്നിധ്യം ഉണ്ടായി എന്നാണ്, അതിനൊപ്പം തന്നെ താനും അതിന് സാക്ഷിയാണ് എന്ന് ഈ വിദേശ വ്യവസായി പറയുന്നു. പക്ഷേ അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടേ ഇല്ലെന്നാണ് മണി നൽകുന്ന മൊഴി. അങ്ങനെ വരുമ്പോൾ കുറച്ചുകൂടി ഇയാളുടെ ഈ ഇടപാടുകൾ, ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ഫിനാൻസ് ഇടപാടുകളാണ് ഇയാൾ പറയുന്നത്. അതിനപ്പുറം ഇയാൾക്ക് മറ്റ് ചില ഈ ആൻറ്റീക് കച്ചവടവുമായി ബന്ധപ്പെട്ട ഇടപാടുണ്ട് എന്നാണ് വിദേശ വ്യവസായി മൊഴി നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ അയാൾ അത് സമ്മതിച്ചിട്ടില്ല. പക്ഷേ ഇയാൾക്ക് ലിങ്കുള്ള ബാലമുരുകൻ, പിന്നെ ഒരു ശ്രീകൃഷ്ണൻ വിരുദനഗറിൽ, അപ്പോൾ അവരൊക്കെ ഇത്തരം ബിസിനസ്സുകൾ നടത്തുന്നുണ്ടോ എന്നുള്ള സംശയം ഈ അന്വേഷണ സംഘത്തിനുണ്ട്. അപ്പോൾ അതിലൊക്കെ ഇനി ക്ലാരിഫിക്കേഷൻ വരുത്താനുണ്ട്. അപ്പോൾ ആ ബാലമുരുകൻ എന്ന് പറയുന്ന ആളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നു. അപ്പോൾ ഡിണ്ടിഗലിനൊപ്പം വിരുദനഗറിലും സമാന്തരമായ അന്വേഷണം നടക്കുന്നുണ്ട്. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ഇതിനകത്തൊരു പ്രശ്നമുള്ളത്, ഈ മണി എന്ന് പറയുന്ന ആൾക്ക് ഡിണ്ടിഗലിൽ വലിയ സ്വാധീനമാണ്. അയാൾക്ക് അനുകൂലമായിട്ടുള്ള വിവരങ്ങളാണ് അവിടെ പോലീസായാലും അവിടുത്തെ മാധ്യമപ്രവർത്തകരായാലും എല്ലാവരും നൽകുന്നത്. നമ്മളുടെ അരുൺ തന്നെ ഇന്നലെ പോയിട്ട് അന്വേഷിക്കുമ്പോൾ അവിടെ ചില ആൾക്കാരുടെ നമ്പറുകൾ എനിക്കും, അതായത് അവിടുത്തെ മാധ്യമപ്രവർത്തകരെ അരുൺ എനിക്കും കണക്ട് ചെയ്ത് തന്നിരുന്നു. അപ്പോൾ ഞാനും അവരുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അവർ നമ്മളോട് സംസാരിക്കുമ്പോൾ പറയുന്നത് ഇയാൾ ഭയങ്കര നല്ല ആളാണ്, ഇയാൾക്ക് വലിയ ബിസിനസ്സാണ്, ഇവിടെ ആർക്കും അയാൾക്കെതിരെ പരാതിയോ അയാൾ ആരെയും പറ്റിച്ചതായിട്ടോ അയാൾക്കെതിരെ കേസുകളോ ഒന്നുമില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അതല്ലാതെ നമ്മൾ അരുൺ അവിടെ മറ്റ് ചില മാധ്യമപ്രവർത്തകരെ സംസാരിക്കുമ്പോൾ, സ്വകാര്യമായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഒരു ഓട്ടോ ഡ്രൈവർ ആയിരുന്നു, പെട്ടെന്നായിരുന്നു ഇയാളുടെ വളർച്ച. അപ്പോൾ അത്തരം സംഗതികളിൽ ചില സംശയങ്ങളുണ്ട്. എന്തായിരുന്നു ഇയാളുടെ സാമ്പത്തിക സ്രോതസ്സ്? മാത്രമല്ല ഇയാൾ മാധ്യമപ്രവർത്തനത്തെയും ഇയാളുടെ ബിസിനസ്സിന് വേണ്ടി മറയാക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം ഇയാൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനാണ്, ഫിനാൻസ് ഇടപാട് നടത്തുന്ന ആളാണ്, അതിനൊപ്പം മാധ്യമപ്രവർത്തനം നടത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. മാത്രമല്ല അവിടുത്തെ റിപ്പോർട്ടേഴ്സിൻ്റെ പ്രത്യേകിച്ചൊരു സംഘടനയുണ്ട്, ആ സംഘടനയുടെ ഭാരവാഹി കൂടിയാണ്. അപ്പോൾ എന്തിനാണ് ഇത്തരം ഇങ്ങനെയൊക്കെയുള്ള ഇടപാടുകൾ, ഒപ്പം തന്നെ ഈ ആൾക്കാരെല്ലാം ഇയാളെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ, അപ്പോൾ അതിലൊക്കെ സംശയങ്ങൾ ഉണ്ട്. ഇയാളുടെ നിരവധി സംശയങ്ങളുണ്ട്. അത് തന്നെയാണ് SITയുടെ ഒരു നിഗമനം എന്താണ് അനന്തൻ റിപ്പോർട്ട് ചെയ്യുന്നത്. അരുണാമൃത തുടരുന്നുണ്ട്. അരുൺ അവിടെ പോയി നിരവധി ആളുകളുമായി സംസാരിച്ചു, മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരുമായി സംസാരിച്ചു. മണിയുടെ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് അരുണിന് അവിടെ നിന്ന് നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യങ്ങൾ എന്താണ്? മാത്രമല്ല മണിയെ ലിങ്ക് ചെയ്യുന്ന തരത്തിൽ ഒരു ഫോണിൻ്റെ ഉൾപ്പെടെ സാഹചര്യമുണ്ട്, പരിചയങ്ങളുണ്ട്. അപ്പോൾ അവിടെ സംസാരിക്കുമ്പോൾ ഇയാളുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ? രതീഷ്, ഒറ്റ നോട്ടത്തിൽ ഈ അനന്തൻ പറഞ്ഞതുപോലെ തന്നെ ഈ മണിയെക്കുറിച്ച് നല്ല മികച്ച അഭിപ്രായങ്ങളാണ് ഈ ആദ്യഘട്ടത്തിലൊക്കെ ഈ നാട്ടുകാരും പ്രദേശവാസികളും മാധ്യമപ്രവർത്തകരും ഒപ്പം തന്നെ പറയുന്നത്. പക്ഷേ നമ്മൾ ഒന്ന് ആഴ്ന്നിറങ്ങി സംസാരിക്കുമ്പോൾ ചില സംശയങ്ങളൊക്കെ തന്നെ ഇവരും പ്രകടിപ്പിക്കുന്നതായി നമുക്ക് വ്യക്തമാവുന്നുമുണ്ട്. ഇന്നലെ ഒരുപാട് പേരുമായി നമ്മൾ സംസാരിച്ചതാണ്. മാതൃഭൂമി ന്യൂസ് സംഘം ഏകദേശം രാത്രി എത്തി ഒരു 5 മണിക്കൂറോളം നീണ്ട അന്വേഷണത്തിലായിരുന്നു. ആരാണ് ഈ MS മണി എന്ന പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് അതിലാണ് മണിക്കുണ്ടായിരുന്ന ബന്ധങ്ങളും മണിയുടെ ഒരു പശ്ചാത്തലവും നമ്മൾ കണ്ടെത്തുന്നത്. ഓട്ടോ ഡ്രൈവറിൽ നിന്ന് തുടങ്ങി അവിടെ നിന്ന് ഓട്ടോ മണി എന്ന പേരിൽ അറിയപ്പെട്ട മണി പിന്നീട് തിയേറ്ററിലെ പോപ്കോൺ വ്യാപാരവുമായി ബന്ധപ്പെട്ട് പോപ്കോൺ മണിയായി. അവിടെ നിന്ന് ഫിനാൻസ് സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഇപ്പോൾ ഈ നിൽക്കുന്ന റിയൽ എസ്റ്റേറ്റിൽ എത്തി നിൽക്കുന്നു. അവിടെയെല്ലാം മണിയുമായി ബന്ധപ്പെട്ട ആളുകളെല്ലാം തന്നെ ഇയാളുടെ ഐഡൻറ്റിറ്റി വെളിവാക്കുന്നത് ഇത്തരത്തിലൊരു സാമ്പത്തിക വളർച്ചയിലെ അതിശയം കൂടി മണിക്ക് വലിയ രീതിയിലൊരു അതിശയകരമായ ഒരു സാമ്പത്തിക വളർച്ച ഉണ്ടായി എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. പക്ഷെ അതിനെയൊക്കെ നിഷേധിച്ചുകൊണ്ടൊരു വൈകാരിക പ്രതികരണം മണി ഈ ഘട്ടത്തിലും നടത്തുന്നു എന്നുള്ളതാണ്. പക്ഷേ SIT
ഇതൊന്നും തന്നെ പൂർണ്ണമായ വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. SIT രഹസ്യമായി തന്നെ ഇവിടെ തുടരുന്നുണ്ട് എന്നുള്ള ഒരു അനുമാനത്തിലേക്ക് കൂടിയാണ് നമുക്ക് എത്താൻ സാധിക്കുന്നത്. കാരണം ഇവരുമായി ബന്ധപ്പെട്ട മറ്റ് ആളുകളെ കേന്ദ്രീകരിച്ച് കൊണ്ടുള്ള അന്വേഷണത്തിൽ കൂടിയാണ് SIT ഏർപ്പെട്ട് വരുന്നത്. എന്തായാലും ഡി മണിയും MS മണിയും തമ്മിലുള്ള ബന്ധമെന്ത്, ഇത് രണ്ടും ഒരാളാണോ എന്നുള്ള ചോദ്യം തന്നെയാണ് നമുക്ക് അറിയേണ്ടത്. എങ്ങനെ ഡി മണിയിൽ നിന്ന് MS മണിയിലേക്ക് പോലീസ് എത്തി, അതിന് കാര്യമായ കഴിവുണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ് അവിടെ അവശേഷിക്കുന്നത്. ബാലമുരുകൻ എന്ന ആൾ ഉപയോഗിക്കുന്ന സിം മണിയിലേക്ക് എത്തുന്നു. അത് കേവലം ഒരു സുഹൃത്താണ്, കാലങ്ങളായി ഇത്തരത്തിൽ ഈ നമ്പർ ഉപയോഗിച്ച് വരികയാണ് എന്നതൊക്കെ തൃപ്തികരമായ മറുപടിയാണോ എന്നൊക്കെ പോലീസിന് അറിയേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇത്രയും സാമ്പത്തിക ഇടപാടുകളുള്ള വ്യക്തി തന്നെയാണ് മണി എന്നതിൽ നമ്മുടെ മാതൃഭൂമി ന്യൂസ് സംഘം നടത്തിയ ഒരു അന്വേഷണത്തിൽ പ്രാദേശികമായ ആളുകളുമായൊക്കെ സംസാരിക്കുമ്പോഴും മാധ്യമപ്രവർത്തകരുമായൊക്കെ സംസാരിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കുന്നു, മാധ്യമപ്രവർത്തകൻ എന്ന ലേബൽ, അതായത് ഇവിടെ പ്രാദേശിക മുഖ്യധാരാ പത്രമല്ല, പ്രാദേശിക ദിനപത്രത്തിൻ്റെ റിപ്പോർട്ടറായാണ് ഇദ്ദേഹം പ്രവർത്തിക്കുന്നത്. ഒപ്പം തന്നെ റിപ്പോർട്ടർ അസോസിയേഷൻ്റെ പ്രസിഡന്റായും പ്രവർത്തിച്ചു വരുന്നു. ഈ ഒരു ലേബൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പല മേഖലകളിലും സ്വാധീനം ചെലുത്താനൊക്കെ മണി ശ്രമിച്ചു എന്ന് നമ്മളോട് പല ആളുകളും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിനൊക്കെ ഒരു ആധികാരികമായ വിവരം കണ്ടെത്താൻ തന്നെയായിരിക്കും SITയും എന്തായാലും ശ്രമിക്കുന്നത്. രതീഷ്, ശരി, എന്തായാലും ചെറിയ നിലയിൽ നിന്ന് അത്യാവശ്യം ബിസിനസ്സൊക്കെ ആയി വന്നയാളാണ്. ഇപ്പോൾ അതിലൊന്നും നമുക്ക് മറ്റൊന്നും ആളുകൾ പറയുന്ന സംശയത്തിനപ്പുറത്തേക്ക് വിവരങ്ങൾ ലഭിക്കുന്നില്ല. അതേസമയം ഇയാൾക്ക് കേസുകളുണ്ടോ? ഇപ്പോൾ ഇറിഡിയം തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസുണ്ട് എന്നടക്കമുള്ള വിവരങ്ങൾ നേരത്തെ വന്നിരുന്നു. അങ്ങനെ കേസുകളുള്ളതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? പോലീസ് ഇയാളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ അവിടുത്തെ പ്രാദേശികമായി പങ്കുവയ്ക്കുന്നുണ്ടോ? നിലവിൽ അത്തരത്തിലുള്ള ആരോപണങ്ങൾ മണി തള്ളുന്നുണ്ട്. ഒപ്പം തന്നെ അങ്ങനെ ഒരു പശ്ചാത്തലമില്ല എന്നുള്ളതാണ് മാധ്യമപ്രവർത്തകരൊക്കെ തന്നെ പറയുന്നത്. പക്ഷേ രതീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ അതിലൊന്നും ആധികാരികതയില്ല. പക്ഷേ ഇറിഡിയുമായി ബന്ധപ്പെട്ട കേസുകളുണ്ട് എന്നൊക്കെയാണ് ഉയർന്ന ആരോപണങ്ങൾ. നിലവിൽ അത്തരം ഒരു ക്രിമിനൽ പശ്ചാത്തലം മണിക്കില്ല എന്നുള്ള കാര്യമാണ് നിലവിൽ ഇവിടെയുള്ള ആളുകൾ പറയുന്നത് എന്നുള്ള SITയുടെ അന്വേഷണം അതൊക്കെ കേന്ദ്രീകരിച്ച് തന്നെയാണ്. മണിയുടെ പശ്ചാത്തലം കേന്ദ്രീകരിച്ച്, മണിയുമായി മുൻപുണ്ടായിരുന്ന ഇത്തരത്തിലുള്ള ഇടപാടുകൾ കേന്ദ്രീകരിച്ചൊക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ട ആളുകളെയൊക്കെ തന്നെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള നീക്കമൊക്കെ ഉണ്ടോ എന്നുള്ളത് കൂടിയാണ് SIT ഇപ്പോൾ നിലവിൽ എന്തായാലും 30-ാം തീയതി മണിയെ തിരുവനന്തപുരത്തേക്ക് ക്ഷണിച്ചിട്ടുണ്ട്, വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അതിന് മുൻപേ ഈ ദിവസങ്ങളിൽ SITയുടെ ഒരു ഓപ്പറേഷൻ മണിയുമായി ബന്ധപ്പെട്ടവരെ കേന്ദ്രീകരിച്ചായിരിക്കും. എന്തായിരിക്കും മണിയുടെ ഇടപാടുകൾ, മണിയുടെ ഉറവിടം, ഇതെല്ലാം